ഗായ്സ്, ഇപ്പം നമ്മുടെ ഉള്ളത് ഓൾ ന്യൂ TVS Apache RTX 300 ആണ്. അപ്പോൾ നമുക്ക് സ്പെക്കിലേക്ക് പോവാം. എൻജിൻ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ 299cc സിംഗിൾ സിലിണ്ടർ ലിക്വിഡ് കൂൾഡ് എഞ്ചിനാണ് വരുന്നത്. അതുപോലെ തന്നെ പവറിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ഒരു 9000 RPM 35.5 bhp നമുക്ക് കിട്ടുന്നത്. അതുപോലെ നമ്മൾ ടോർക്കിന് സൈഡ് നോക്കുകയാണെങ്കിൽ 28.5 ടോർക്ക് 7000 RPM നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് 200 mm ആണ്. അടിപൊളി ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് വണ്ടിക്ക് നമ്മുടെ TVSൻ്റെ ഭാഗത്ത് നിന്ന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സീറ്റ് വരുന്നത് ഏകദേശം ഒരു 835 mm ആണ്. അപ്പോൾ ഞാൻ 5.5 ആണ്. അതിലിപ്പോൾ എൻ്റെ പോലുള്ള ആൾക്ക് നല്ല ഈസി ആയിട്ട് കൊണ്ടെടുക്കാൻ പറ്റും, വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ഈ ഒരു RTXൻ്റെ സീറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല അടിപൊളി കംഫർട്ടാണ്, നല്ല സോഫ്റ്റാണ്. അപ്പോൾ നമ്മൾ ലോങ് റൈഡൊക്കെ ചെയ്യുന്ന നമുക്ക് നല്ല യൂസ്ഫുള്ളായിട്ട്, അതായത് അങ്ങനെയൊക്കെയാണ് TVSൻ്റെ ഭാഗത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഏതായാലും ഒരു ലോങ് റൈഡൊക്കെ പോയിട്ട് അതിൻ്റെ റിവ്യൂ ചെയ്യാൻ എന്തെങ്കിലും പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിലവിൽ നല്ലൊരു കംഫർട്ടായിട്ടുള്ള സീറ്റാണ് വണ്ടിക്കകത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഫ്രണ്ട് ഡിസ്ക് റോട്ടേഴ്സ് വരുന്നത് 320 mm ഫ്രണ്ടും, അതുപോലെ റിയർ വരുന്നത് 240 ആണ്. നമ്മുടെ നല്ല റോഡുകൾക്ക് പറ്റിയ കിഡിലും ബ്രേക്കിംഗ് ആണ് TVS RTXൻ്റെ കൊടുത്തിരിക്കുന്നത്. ഓഫ് റോഡ് കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് എല്ലാം കൊണ്ടും സെറ്റപ്പ് ആയിട്ടുള്ള ബ്രേക്കിംഗ് ആണ് വണ്ടിക്ക് കൊടുത്തിരിക്കുന്നത്, രക്ഷയില്ല. അതുപോലെ നമുക്ക് ഫ്രണ്ട് സൈഡിൽ വരുന്നത് യൂറോ ഗ്രിപ്പിൻ്റെ 110/80 എന്ന് പറഞ്ഞുള്ളൊരു കിഡിലൻ ടയറാണ്. അപ്പോൾ ഇത് ഡ്യുവൽ പർപ്പസിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ടയറാണെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. അതായത് നമുക്ക് റോഡും ഓഫ് റോഡും അതുപോലെ ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ്. അതുപോലെ തന്നെ റിയർ സൈഡിലും വരുന്നതും യൂറോ ഗ്രിപ്പിൻ്റെ ടയേഴ്സാണ്. 150/70 സെക്ഷൻ ടയേഴ്സാണ് റിയറിലും കൊടുത്തിരിക്കുന്നത്. ടാങ്ക് കപ്പാസിറ്റി വരുന്നത് ഏകദേശം ഒരു 12.5 ലിറ്റർ ആണ്. നല്ലൊരു റൈഡിങ് കംഫർട്ടുള്ള വണ്ടിയാണ് RTX ചെയ്യുന്നത്. അതുപോലെ തന്നെ നല്ലൊരു ഫ്യൂൽ എക്കോണമി നമുക്ക് തരുന്നുണ്ട്. ഏകദേശം ഒരു 32 ആ ഒരു റേഞ്ചിലാണ് നമുക്ക് ഫ്യൂൽ എക്കോണമി കിട്ടുന്നത്. ക്വിക്ക് ഷിഫ്റ്റേഴ്സ് നമുക്ക് നല്ല രീതിക്ക് യൂസ്ഫുൾ ആണ്. അതുപോലെ എന്താ പറയുക, ക്ലച്ച് യൂസ് ചെയ്ത് നമ്മുടെ കൈക്കുള്ള ആ ഒരു വേദന കാര്യങ്ങളൊന്നും ഇല്ല. സിമ്പിളായിട്ട് നമുക്ക് ഫസ്റ്റ് ഗിയർ നമ്മൾ എടുക്കുമ്പോൾ മാത്രമാണ് ആ ഒരു ക്ലച്ച് നമുക്ക് യൂസ് ചെയ്യേണ്ട ആവശ്യമുള്ളത്. അതിനുശേഷം നമ്മൾ ഫുള്ള് നമ്മൾ ക്ലച്ച് പിടിക്കാണ്ട് ഗിയർ ഷിഫ്റ്റ് അപ്പ് ഷിഫ്റ്റ് ഡൗൺ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും നമുക്ക്. അപ്പോൾ നമുക്ക് അതിനകത്തൊന്നും ഒരു എഫേർട്ടില്ല, സിമ്പിളായിട്ട് നമുക്ക് വണ്ടി കൊണ്ട് നടക്കാൻ പറ്റും. ഇതൊരു ടോപ്പ് വേരിയൻ്റ് ആയിട്ട് വരും. നമുക്ക് ഈ ഒരു ബീക്ക് നമുക്ക് എക്സ്ട്രാ പർച്ചേസ് ചെയ്യേണ്ടി വന്നു. സംഭവം വെച്ചാൽ ഇതിന് ഏകദേശം ഒരു 500 rupees താഴെയാണ് നമുക്ക് റേറ്റ് വന്നത്. ഏകദേശം നമ്മൾ ഷോറൂമിൽ നിന്ന് വണ്ടി ഇറക്കുന്ന ഡെലിവറി ഡേക്ക് മുന്നേ നമ്മൾ പറഞ്ഞപ്പോൾ ഷോറൂമാരെ നമുക്ക് ചെയ്തു തന്നത്. നമ്മൾ വണ്ടി ഡെലിവറി എടുത്തേക്കുന്നത് തൃശ്ശൂർ TVS നിന്നാണ്. അപ്പോൾ അവർ അടിപൊളിയായിട്ട് നമുക്ക് ഡെലിവറി ഒരു 6 മാസം നമുക്ക് ഒരു ലാഗ് ഉണ്ടായിരുന്നു, വേറെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു 41 mm WP-യുടെ ഒരു USD ഫോർക്കാണ് നമ്മുടെ ഈ വണ്ടിക്ക് അത് കൊടുത്തിരിക്കുന്നത്. അടിപൊളിയാണ്. അത്യാവശ്യം ഓഫ് റോഡ് കാര്യങ്ങളൊക്കെ പോവാം. നമ്മുടെ ഓൺ റോഡ് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ കേരളത്തിൽ റോഡ് അവസ്ഥ വെച്ചിട്ട് ഫുൾ ഷോക്കാണ്. അപ്പോൾ അതിന് പറ്റിയൊരു സസ്പെൻഷൻ തന്നെ പറയാം നമുക്ക്. റിയറിനകത്തൊരു പ്രീലോഡ് അഡ്ജസ്റ്റബിൾ സസ്പെൻഷനാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് നല്ലൊരു റൈഡിങ് കംഫർട്ട്, പില്ലിയനായാലും റൈഡർക്കായാലും കിടന്ന റൈഡിങ് കംഫർട്ടാണ് പ്രൊവൈഡ് ചെയ്തത്. 4 റൈഡിങ് മോഡ്സാണ് വണ്ടിക്കകത്ത് കൊടുത്തിരിക്കുന്നത്. ഒന്ന് അർബൻ, ട്രെയിൻ, ടൂർ, പിന്നെ റാലി എന്നുള്ള. ഈ റാലിയിൽ നമുക്ക് ABS ഓണും ഓഫും ചെയ്യാൻ പറ്റും. കൺട്രോൾ സ്വിച്ച് കാര്യങ്ങളൊക്കെ ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. ഇത് പിന്നെ നമ്മുടെ ക്രൂസ് കൺട്രോൾ സ്വിച്ചാണ്. ക്രൂസ് കൺട്രോൾ നമുക്ക് ഓൺ ഓഫും ഇങ്ങനെ പുഷ് ചെയ്ത് ഓണാവും, ഇത് ഓഫ്. അതുപോലെ തന്നെ ക്രൂസ് കൺട്രോൾ നമ്മൾ സെറ്റ് ചെയ്ത് പോകുന്ന ടൈമിൽ നമുക്ക് സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനും പറ്റുന്ന സെറ്റപ്പ് അത് കൊടുത്തിട്ടുണ്ട്. ഒരു ഹസാർഡിൻ്റെ സ്വിച്ചാണ്. അതുപോലെ ഇൻഡിക്കേറ്റേഴ്സ് നോർമലായിട്ട്, അതുപോലെ ഹോൺ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇപ്പുറം സൈഡിലേക്ക് പോകണമെങ്കിൽ സ്റ്റാർട്ടർ സ്വിച്ചും അതുപോലെ ഇഗ്നിഷൻ ഓൺ ഓഫും. അപ്പോൾ ഈ ഒരു മോഡലിൻ്റെ എക്സോസ്റ്റ് ഉണ്ട്, നമുക്കൊന്ന് കേട്ടാലോ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അതെല്ലാം നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റിൽ പറയാം. അപ്പോൾ ഇതിൻ്റെ ഒരു റൈഡിങ് റിവ്യൂ എന്തായാലും ഞാൻ അടുത്തന്നെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ബൈ.